മലയാളത്തിന്റെ ചിരിമരുന്ന് സലിം കുമാറിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. രാവിലെ 8 മണിക്ക് അമൃത ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മണി മുതൽ 12 മണി വരെ പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടി നിലപാടായിരുന്നു. അത് കുടുംബം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങൾ നൽകി. ആ കഥാപാത്രങ്ങളൊന്നും മലയാളികൾ മറക്കില്ല. അത് എത്ര തലമുറകൾ കടന്നാണെങ്കിൽ പോലും ഇപ്പോഴും ട്രോളന്മാർ ഏറ്റെടുത്ത ഒരുപാട് കഥാപാത്രങ്ങൾ, നിത്യജീവിതത്തിൽ നമ്മൾ സംസാരിച്ചു പോകുന്ന ഡയലോഗുകൾ, അതിൽ സലിം കുമാറിന്റെ ഭാവം, ഇതെല്ലാം ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച കരയിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് സലിം കുമാർ. ഇപ്പോഴും അദ്ദേഹം വിട പറഞ്ഞോ എന്നുള്ളൊരു ആഘാതം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രദീപ്, ഇപ്പോൾ 8 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയുന്നത്. ആശുപത്രിയിൽ നിന്നും ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആദ്യം 9 മണി മുതലായിരിക്കും പൊതുദർശനം എന്നറിയുന്നുണ്ട്. അതിന്റെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ്? പൂജ, മലയാള പ്രേക്ഷകരെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ ഒരു വേള കണ്ണീർ നനയ്ക്കുകയും ഒക്കെ ചെയ്ത പ്രിയ നടനായ സലിം കുമാറിൻ്റെ മൃതദേഹം ഇപ്പോൾ അമൃത ആശുപത്രിയുടെ മോർച്ചറിയിലാണുള്ളത്. ഇന്നലെ രാത്രി 11:30 മണിയോട് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 8 മണിയോടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഏതാണ്ട് 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ വടക്കൻ പറവൂരിലെ വടക്കൻ പറവൂർ ചിറ്റാറ്റുകരയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. വടക്കൻ പറവൂർ ടൗൺ ഹാളിൽ ആദ്യം പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെ പൊതുദർശനമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 3 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് കുറച്ചാളുകളാണ് ഇപ്പോൾ ആശുപത്രി പരിസരത്ത് എത്തിയിട്ടുള്ളത്. വടക്കൻ പറവൂർ ടൗൺ ഹാളിൽ വലിയ ഒരു ജനസഞ്ചയം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ സംസ്കാര ചടങ്ങുകളിൽ മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു സലിം കുമാറിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് കുടുംബം അതേപടി പാലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയി വരുന്നതേയുള്ളൂ. 8 മണിയോടുകൂടി മൃതദേഹം ഇവിടെ അമൃത ആശുപത്രിയിൽ നിന്ന് വടക്കൻ പറവൂർ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും. മലയാളികളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച നടന്മാരിൽ ഒരാളായി തന്നെ സലിം കുമാറിനെ കാണാം. തുടക്ക ചിത്രം മുതൽ പിന്നീട് ഓരോ ചിത്രങ്ങളിലും ആ ചിരിയുടെ ഒരു പൂരം തന്നെ അദ്ദേഹം തീർത്തിരുന്നു. എന്നാൽ ഹാസ്യം മാത്രമല്ല തനിക്ക് വഴങ്ങുന്നത് എന്ന് ഒട്ടേറെ സിനിമകളിലൂടെ അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. മാത്രമല്ല സംവിധാന രംഗത്തും അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വലിയ സാമ്പത്തിക വിജയമായിരുന്നു എന്ന് പറയാനാവില്ല. എങ്കിൽ പോലും ഒരു ചിന്തയുടെ അംശം നിറയുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. അത് കറുത്ത ജൂതൻ്റെ കഥയ്ക്ക് അദ്ദേഹത്തിന് മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. കമ്പാർട്ട്മെൻറ്റ്, ദൈവമേ കൈതൊഴാം, കേക്കുമാറാകണം, കറുത്ത ജൂതൻ എന്നീ 3 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഒരു മിമിക്രി കലാകാരനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ മിമിക്രി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗവും. കൊച്ചിൻ കലാഭവനിലും കൊച്ചിൻ സാഗറിലും ഉൾപ്പെടെ അദ്ദേഹം പ്രവർത്തിച്ചു. കേവലം 250 രൂപയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ മിമിക്രിക്ക് അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത്. പക്ഷേ ഈ പ്രതിഫലം കൊണ്ടാണ് ഒരു വേള അദ്ദേഹത്തിൻ്റെ കുടുംബം പുലർന്നിരുന്നത്. ചാൻസ് ചോദിച്ച് പല സംവിധായകരുടെയും അടുക്കൽ പോകാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ചാൻസ് ചോദിച്ചു പോയാൽ ആ ദിവസത്തെ മിമിക്രി സ്റ്റേജ് പ്രോഗ്രാം നഷ്ടപ്പെടും, അത് വരുമാനം നിലയ്ക്കും, വീട്ടിലെ അടുപ്പ് പുകയില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി പലപ്പോഴും ചാൻസ് ചോദിച്ചിരുന്നത് നാദിർഷയായിരുന്നു എന്നാണ് സലിം കുമാർ ഒരുപാട് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാദിർഷ പരിചയപ്പെടുത്തിയത് പ്രകാരമാണ് സിദ്ദിഖ് ഷമീറിൻ്റെ ഇഷ്ടമാണ് 100 വട്ടം എന്നുള്ള സിനിമയിൽ ആദ്യമായി ഒരു വേഷം കിട്ടുന്നത്. പിന്നീട് ചെറിയ വേഷങ്ങൾ. അവിടെ നിന്ന് കമലിൻ്റെ ഗ്രാമഫോൺ എന്ന ചിത്രത്തിലേക്ക് എത്തി. ആ ഗ്രാമഫോണിന് ശേഷമാണ് കൈ നിറയെ വേഷങ്ങൾ സലിം കുമാറിന് ലഭിച്ചു തുടങ്ങിയത് എന്ന് പറയാം. ഗ്രാമഫോണിൽ തബല വായിക്കുന്ന ഭാസ്കർ എന്നുള്ള കഥാപാത്രം, ആദ്യം ആ കഥാപാത്രം ചെയ്യാമെന്ന് അദ്ദേഹം എടുത്തുചാടി ശബ്ദിച്ചുവെങ്കിലും പിന്നീട് തനിക്ക് വലിയ ഭയം തോന്നിയെന്നാണ് സലിം കുമാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മറ്റൊരു ചിത്രത്തിൻ്റെ സെറ്റിലേക്ക് മുങ്ങി. പക്ഷേ കമൽ നിർബന്ധിച്ച് വിളിച്ചു. അങ്ങനെ വീണ്ടും തിരികെ വന്ന് ഗ്രാമഫോണിലെ കമലിസ്റ്റായ ഭാസ്കറിനെ അവതരിപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് സലിം കുമാറിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ സലിം കുമാറിൻ്റെ കാലമായിരുന്നു എന്ന് പറയാം. പിന്നീട് ഹാസ്യചിത്രങ്ങളിൽ ഒരിക്കലും മറക്കാനാവാത്ത സീനുകൾ അല്ലെങ്കിൽ ഡയലോഗുകൾ സമ്മാനിച്ച ഒരുപാട് സിനിമകളുണ്ട്. അത് ചതിക്കാത്ത ചന്തുവായിരുന്നാലും, കല്യാണരാമനായിരുന്നാലും, പുലിവാൽ കല്യാണമായിരുന്നാലും, അങ്ങനെ ഓരോ സിനിമകളിലും മേരിക്കുണ്ടൊരു ശരിയാണ്. ആ സിനിമകളെല്ലാം തന്നെ തെങ്കാശിപ്പട്ടണം, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ, അത് ഇഷ്ടമാണ് 100 വട്ടമാണ് എങ്കിൽ പോലും തെങ്കാശിപ്പട്ടണത്തിലെ കഥാപാത്രത്തിൽ നിന്നും ഒരു ചുവട് ഉറപ്പിച്ചുകൊണ്ട് പിന്നീടുള്ളത് ഒരു വലിയ യാത്രയായിരുന്നു. ആ യാത്രയിലുടനീളം 2000 ആ ഒരു സമയത്തൊക്കെ തന്നെയും
സലീം കുമാർ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ഒരു ചിരി ഉറപ്പാണ് എന്ന് നമ്മൾ പറയാറില്ലേ, ഇന്ന ആൾക്കാർ ആ സിനിമയിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു